നമസ്കാരം. നമുക്കൊരു ക്രെഡിറ്റ് കാർഡുള്ള കസ്റ്റമർക്ക് എങ്ങനെ സിമ്പിളായിട്ട് EMI ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം, നമുക്കൊരു മെഷീൻ സഹായമില്ലാതെ. അപ്പം ഫോണിൽ ആപ്ലിക്കേഷൻ വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കത് ഗൂഗിളിൻ്റെ ആണെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പിളിൻ്റെ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലും നമുക്ക് തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സ്റ്റോറിലോ കയറുക, EMI വേൾഡ് ബൈ പൈൻ ലാബ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ അത് സെർച്ച് ചെയ്യുക, ഇങ്ങനെ സംഭവം കിട്ടും. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് അടുത്ത ചോദിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കും. ആ ഫോൺ നമ്പർ അടിക്കുക, അതിൻ്റെ OTP വരും. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കത് രജിസ്റ്റർ ആവും. ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അടുത്തൊരു ഓപ്ഷൻ നമ്മുടെ ഷോറൂം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വരിക. ആ ഷോറൂം സെലക്ട് ചെയ്യേണ്ടത് അത് ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം അതൊരു മെയിൻ ഘടകമാണ് ഈ ഷോറൂം സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പിട്ടാപ്പള്ളിക്ക് കിട്ടുന്ന സ്കീമുകളും അല്ലെങ്കിൽ മൈജിക്ക് കിട്ടുന്ന സ്കീമുകളും അതുപോലെ തന്നെ റിലയൻസ് പോലത്തെ ഷോറൂമിലും ഓരോ സ്കീമുകളും അതിൽ ടൈപ്പ് ആകുന്ന ബ്രാൻഡുകളും നമുക്ക് കൃത്യതയോടെ കിട്ടണമെങ്കിൽ നമുക്ക് ആ ഷോറൂമിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് ലൊക്കേഷനാണെന്നുള്ളത് നമുക്ക് ലൊക്കേഷൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും. ആ ലൊക്കേഷനുള്ളിൽ ഏതൊക്കെ സ്റ്റോറുകളുണ്ടെന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ഷോറൂം അത് സെലക്ട് ചെയ്യും. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി, നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തു, നമ്മുടെ ഡീലർ സെലക്റ്റാക്കി. ആ ഡീലർ സെലക്റ്റാക്കി കഴിയുമ്പോൾ നമുക്ക് ടൈപ്പുള്ള ബ്രാൻഡുകളുടെ ലിസ്റ്റ് വരും. നമുക്കിനി നമ്മളൊരു പ്രൊഡക്റ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്കൊരു സോണിയുടെ ഒരു LED TV ആയി നോക്കാം. 55 TV ആണ് വരിക. മോഡൽ സെലക്റ്റാക്കി, മോഡൽ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ MRP, അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ MRP ഉണ്ടാവും. അത് മാറ്റിയിട്ട് റീസെറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഇത് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് പൈസ മാറ്റാം. നമ്മളൊരു 63,000 രൂപ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആക്കി അപ്ഡേറ്റ് കൊടുത്തു. ഇപ്പോൾ നമുക്കതിലുള്ള ബാങ്കുകളുടെ ലിസ്റ്റ് വന്നു. എല്ലാം ക്രെഡിറ്റ് കാർഡ് ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അത് നമുക്കൊരു പെർട്ടിക്കുലർ കാർഡ്, നമ്മുടെ HDFC കാർഡ് നമ്മുടെ അടുത്ത് കയ്യിലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഡയറക്റ്റ് HDFC ബാങ്ക് സെലക്ട് ചെയ്യാം. HDFC നമുക്ക് നിലവിലെ സ്കീമുകൾ ക്യാഷ് ബാക്ക് കാണിക്കുന്നത് നോ EMI ക്യാഷ് ബാക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളത്. കസ്റ്റമർക്ക് EMIയിൽ ക്യാഷ് ബാക്ക് ഒന്നുമില്ല. പക്ഷേ ജസ്റ്റ് സിംഗിൾ സ്വൈപ്പിൽ നമുക്ക് 2,500 ക്യാഷ് ബാക്ക് കിട്ടും. അടുത്ത ബ്രാഞ്ച് ICICI നോക്കാം. ICICIയിലാകുമ്പോൾ നമുക്ക് നോ EMI ക്യാഷ് ബാക്ക് കൂടാതെ EMIയിൽ ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. 2,500 പകരം നമുക്ക് 6,000 രൂപയായിരിക്കും ക്യാഷ് ബാക്ക് ഉണ്ടാവുക. അതിന് ഓപ്ഷൻസ് വരുന്നുണ്ട്. 3 മാസമുണ്ട്, 6 മാസമുണ്ട്, 9 മാസമുണ്ട്. ആ 9 മാസം ഈ 3 ഓപ്ഷനിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. നമുക്ക് എഫക്റ്റീവ് കോസ്റ്റ് ഒന്നും ഇല്ല. കസ്റ്റമർക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ 63,000 പ്രൊഡക്റ്റ് മേടിച്ചാൽ 57,881 രൂപയാണ് കോസ്റ്റ് വരുന്നുള്ളൂ. ഒരു 6 മാസം EMI ആയിട്ട് അടയ്ക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ലാഭകരമല്ലേ. അതുപോലെ തന്നെ കൂടുതൽ ടേണർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 9 മാസം സ്കീമുണ്ട്. അത് കൂടാതെ അടുത്ത ബാങ്ക് നോക്കുകയാണെങ്കിൽ SBI സെയിം ICICI ബാങ്കിൻ്റെ സെയിം സ്കീം തന്നെ ഇതിലും വന്നിട്ടുള്ളത്. പിന്നെ ആക്സിസ് ബാങ്ക് ഉണ്ട്. ഇതിലെല്ലാം തന്നെ നമുക്ക് 9 മാസം വരെയാണ് മാക്സിമം സ്കീമുള്ളത്. വേറൊരു പ്രൊഡക്റ്റ് ചെയ്ത് നോക്കാം. സോണി മാറിയിട്ട് ഇതിപ്പം LGയുടെ ഒരു വാഷിംഗ് മെഷീൻ. ഇതിന് 54,990 MRP. നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൊടുക്കുന്നത് 42,000 രൂപ. അപ്ഡേറ്റ് കൊടുത്തു. നമുക്ക് അതേപോലെ ലിസ്റ്റ് വന്നു. അതിൽ HDFC ബാങ്ക് ഫസ്റ്റ് നോക്കണം. HDFCക്ക് നമുക്ക് നോ കോസ്റ്റ് EMI എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. 3 മാസം EMI ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല. ആകെ 42 രൂപ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ 12 മാസം സ്കീം ചെയ്യാം. പക്ഷേ അന്നേരം നമുക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് കയറി വരുന്നുണ്ട്. 897 രൂപ കൂടുതൽ വരും. അതിൽ തന്നെ നോക്കാം. അതിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത് 3,291 രൂപയാണ് വരിക. അതിൽ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടായിട്ട് ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 2,394 കമ്പനി ഓൾറെഡി ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നമുക്കവർക്ക് HDFC കാർഡ് ഉപയോഗിക്കുന്നവർക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 42,890 രൂപ കൂടുതൽ വരും. നമുക്ക് വേറൊരു കാർഡുള്ളത് നോക്കി കഴിഞ്ഞാൽ ഒരു ICICIൻ്റെ കാർഡാണെങ്കിൽ നമുക്കതിന് ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. 6,000 രൂപ ക്യാഷ് ബാക്ക് വരും. അതിലും ഓപ്ഷൻസ് വന്നിട്ട് മിനിമം 6 മാസം, 9 മാസം, 12 മാസം. 3 മാസത്തിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഓഫേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. 6 മാസത്തേക്കോ 12 മാസത്തേക്കോ 9 മാസത്തേക്കോ EMI ആകുകയാണെങ്കിൽ ഏകദേശം 6,300 രൂപ നമുക്ക് കുറവുണ്ടാവും. നമുക്ക് ഈ എമൗണ്ട് മാറുന്ന 42 രൂപ എന്നുള്ള എമൗണ്ട് മാറുന്നതനുസരിച്ച് നമുക്ക് ഈ ക്യാഷ് ബാക്കിൻ്റെ എമൗണ്ടിലും ചെറിയ അങ്ങോട്ടും മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതിൽ മാക്സിമം ടേണർ വന്നിട്ട് 12 മാസം. അതിലൊരു 6 മാസം എടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുക്കുക. അതിൽ കസ്റ്റമർക്ക് വരുന്ന ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടായിട്ട് ആ ഇൻട്രസ്റ്റിൽ വരുന്ന എമൗണ്ട് 1,632 1,000 രൂപ ഡിസ്കൗണ്ട് വരും. ബാലൻസ് വരുന്ന ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് നമുക്ക് കൂടുതൽ വരുന്നുള്ളൂ.
എന്നിരുന്നാലും കസ്റ്റമർ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 42,000 രൂപ പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് നമുക്ക് അവർക്ക് FTയിൽ വരുന്നത് 36,252 രൂപ കൊടുത്താൽ മതി. അതായത് ഒരു 9 കിലോ വാഷിംഗ് മെഷീൻ എടുക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 7 കിലോയോ 8 കിലോയോ ബേസ് മോഡലോ എടുക്കുന്ന കാശ് 9 കിലോൻ്റെ പ്രീമിയം മോഡൽ നമുക്ക് കിട്ടും. ഇതാണ് കാർഡിൻ്റെ ഒരു ബെനിഫിറ്റ് വരും. ഇനി വേറൊരു ബ്രാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഗോദ്രേജിൻ്റെ സൈഡ് ബൈ സൈഡ് നോക്കാം. അതിൻ്റെ 81 MRP റീസെറ്റ് ചെയ്തു. 66,000 രൂപ അപ്ഡേറ്റ് ചെയ്തു. ഇതിൽ നമുക്ക് ഇതുപോലെ ബാങ്കിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഓപ്പൺ ആക്കി നോക്കാം. HDFCക്ക് 1,500 രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 6 മാസത്തേക്ക് EMIയിൽ 1,500 കിട്ടും. ICICIക്കും സെയിം തന്നെ, SBIക്കും സെയിം തന്നെ. പിന്നെ വേറൊരു ബാങ്ക് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കസ്റ്റമർക്ക് ഡയറക്റ്റ് 12,000 ക്യാഷ് ബാക്ക് കിട്ടും. ഒരു 6 മാസമോ അല്ലെങ്കിൽ 3 മാസമോ EMI എടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 66,000 രൂപയുടെ ഫ്രിഡ്ജ് മേടിച്ചാൽ 54,500 രൂപ കോസ്റ്റ് കൊടുത്താൽ മതി. അത്രയും ഡിസ്കൗണ്ട് അതിലിടുന്നത്. ഇപ്പം നമ്മൾ ആദ്യം കണ്ട 2 പ്രൊഡക്റ്റുകൾക്കും അത്യാവശ്യം എല്ലാ ബാങ്കുകളുടെ കാർഡുമായിട്ട് ടൈപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഗോദ്രേജിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ SBIയിലോ അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിലോ ഇങ്ങനത്തെ ഉള്ള സംഭവത്തിലൊന്നും നമുക്ക് ക്യാഷ് ബാക്കില്ല. അത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഗുണമാണ് വരാം. നമുക്ക് വളരെ എളുപ്പവും കാര്യം മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമർക്ക് എന്ത് ഓഫർ കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ സി ഓൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ബാങ്കിന് കാർഡിൽ ഓഫർ ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറിൻ്റെ കാർഡ് സെലക്ട് ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഡെബിറ്റ് കാർഡുകൾക്കും ഇതുപോലെ EMI ഓഫർ വരുന്നുണ്ട്. ഡെബിറ്റ് കാർഡ് നമ്മൾ സെയിം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ചെക്ക് ചെയ്തോ അതേ രീതി തന്നെയാണ് ഡെബിറ്റ് കാർഡിൻ്റെ ഓഫറിൽ നമുക്ക് വരുന്നത്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതെല്ലാം ഡെബിറ്റ് കാർഡും നമുക്ക് ഓഫറുണ്ട്. ഇതുപോലെ ഡെബിറ്റ് കാർഡിന് ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ HDFC ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും കൊടാക്കിൻ്റെയും ഇൻഡസ്ഇൻഡ് ബാങ്ക് ഈ 4 ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡാണ് നമുക്ക് ഓഫറുള്ളത്. അതിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് കാണിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് അതിൽ ലിമിറ്റായിട്ട് വേണം. അതായത് നമ്മളൊരു 50,000 രൂപ സാധനം മേടിക്കണമെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ് കാർഡിൽ 50,000 ലിമിറ്റ് ആവശ്യമാണ് വരാം. നമുക്ക് ആ ലിമിറ്റ് എമൗണ്ട് DMAയിട്ട് ഡിവൈഡായി പോകും എന്ന് മാത്രമാണ് ക്രെഡിറ്റ് കാർഡിൽ നടക്കുന്നത്. അതേ നേരെ മറിച്ച് ഒരു ഡെബിറ്റ് കാർഡ് എലിജിബിലിറ്റി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ആ അതിൽ 1 രൂപ നമുക്ക് സിംഗിൾ ഒരു രൂപ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുള്ളൂ. പക്ഷേ ആ ഡെബിറ്റ് കാർഡ് EMI ആക്കാണ് എലിജിബിലിറ്റി അതിലുണ്ടാവണം. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അതൊരു SMS അയക്കുകയോ അതെങ്കിലും സ്കോർ അടിച്ചാലോ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ആണെങ്കിലും ICICI ബാങ്കിൻ്റെ ആണെങ്കിലും കൊടക് മഹീന്ദ്ര ഇവരുടെ ഈ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു കോഡ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. പൈൻ ലാബ് വരെ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്കത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ആ കസ്റ്റമർ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡിൽ എലിജിബിലിറ്റി ഉള്ള കസ്റ്റമർക്ക് ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് 1 രൂപ മാത്രമേ നമുക്ക് കൊടുത്താൽ മതി. ആ പ്രൊഡക്റ്റ് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അതിലും ക്യാഷ് ബാക്കും വരുന്നുണ്ട്. ആ ക്യാഷ് ബാക്കും നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. നമുക്ക് EMIയിൽ അത്ര അടയ്ക്കേണ്ടി വരില്ല. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിൻ്റെ ലിങ്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള നമ്പേഴ്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.